ഒരു കർഷകൻ ധാരാളം ചാരം ശേഖരിച്ചു വെച്ചു. കൃഷിക്ക് സമയമാകുമ്പോൾ ഇട്ടുകൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. അല്ലാഹു പറയുന്നു, ഒരു കാറ്റ് വന്ന് ആ ചാരത്തെ മുഴുവനും അന്തരീക്ഷത്തിലേക്ക് പൊക്കിയെടുത്ത് പറത്തിക്കൊണ്ടുപോയാൽ അയാൾക്ക് വല്ലതും പിടിച്ചു പിടിച്ച് തന്റെ കൃഷിക്ക് കൊടുക്കാൻ കിട്ടുമോ? കിട്ടാത്തതുപോലെ വിശ്വാസം റെഡിയാക്കാത്തവന്റെ അമൽ നാളെ പരലോകത്ത് ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ടായിരുന്നു മഹാനായ താജുൽ ഉലമ നബ്ബറല്ലാഹു മർഖദ അവിടുന്ന് എപ്പോഴും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശധാരയിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെന്ന് ഉപദേശിക്കാതെ ഒരു പ്രഭാഷണവും അവർ അവസാനിപ്പിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതും ഇന്നും നമ്മളെ പ്രസ്ഥാനത്തെ ഈ ഉണർവിലും ഉന്മേഷത്തിലും ഇവിടെ നിലനിർത്തുന്നതും സുന്നത്തി ജമാഅത്ത് എന്ന ആശയമാണ് എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളുകയും ആദർശ പ്രചാരണത്തിന്റെ വാഗ്ദാക്കളായി നമ്മൾ ഓരോരുത്തരും ബോധയിൽ ഉണ്ടാകണമെന്നും ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ താജുൽ ഉലമ ആശയ പ്രചരണ രംഗത്ത് മാത്രം ഉറച്ചൊരു നേതാവായിരുന്നു. മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ വിഷയങ്ങളിലും ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ നേരിടുന്ന വിഷയങ്ങളിലുമെല്ലാം സന്ദർഭോചിതമായി ഇടപെടുകയും അതിനുവേണ്ടി ഏറെ ഓടി നടക്കുകയും ചെയ്ത ഒരു നേതാവ് കൂടിയായിരുന്നു. നമുക്കറിയാം, ഷാബാനു കേസിനെ തുടർന്ന് ശരീഅത്ത് പ്രശ്നം ഒരു വിവാദമായി കത്തി നിന്ന കാലഘട്ടം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇസ്ലാമിക ശരീഅത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന രാജീവ് ഗാന്ധിയെ കാണാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ്. ആ സമയത്ത് രാജീവ് ഗാന്ധിയെ കാണാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മഹാനായ താജുൽ ഉലമ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ EK ഉസ്താദ് ഉണ്ടായിരുന്നു. മഹാനായ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് ഉണ്ടായിരുന്നു. അവരൊക്കെ 1985 കാലഘട്ടങ്ങളിൽ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇതുപോലുള്ള ഇടപെടലുകളിൽ മുസ്ലിം സമുദായത്തെ പൊതുവായി ബാധിക്കുന്ന വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടവരായിരുന്നു. അതുപോലെ തന്നെ VP സിംഗ് നാട് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ മുസ്ലിമീങ്ങളുടെ സംവരണവുമായി ബന്ധപ്പെട്ടും അതുപോലെ പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം അവധിയാക്കി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലുമെല്ലാം അന്ന് സുൽത്താനുൽ ഉലമ AP ഉസ്താദിനോടൊപ്പം പ്രധാനമന്ത്രിയെ കാണാൻ മഹാനായ താജുൽ ഉലമ ഉണ്ടായിരുന്നു. അങ്ങനെ സമൂഹത്തിന്റെ പൊതുവായ വിഷയങ്ങളിലെല്ലാം ഈ പ്രസ്ഥാനത്തിൻ്റെതായ കാഴ്ചപ്പാടും ഇടപെടലുകളും ഒക്കെ നടത്തിക്കൊണ്ട് നമുക്ക് മാതൃക കാണിച്ച നേതാക്കന്മാരാണ് നമ്മുടെ പൂർവ്വസൂരികളായ മഹാന്മാരെല്ലാം. ഇന്ന് അവരുടെയൊക്കെ ഓർമ്മകൾ ഏറ്റവും അധികം ജ്വലിച്ചു നിൽക്കേണ്ട ഒരു സന്ദർഭമാണ്. പ്രതിസന്ധികളിലൂടെയാണ് ഇന്ത്യ രാജ്യം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഈ രാഷ്ട്രം ആദ്യകാലത്ത് ഒരു ഏകീകൃത രാഷ്ട്രമായിരുന്നില്ല. നമുക്കറിയാം, ഒരു ഭൂപ്രദേശത്തെ അല്ലെങ്കിൽ ഒരു ഉപഭൂഖണ്ഡത്തെ ലോകം വിളിച്ചു വന്നിരുന്ന ഒരു പേരാണ് ഇന്ത്യ അല്ലെങ്കിൽ അൽ ഹിന്ദ് എന്ന് പറയുന്നത്. ബംഗാൾ ഉൾക്കടൽ, അതുപോലെ തന്നെ അറബിക്കടൽ, അതേപോലെ ഇന്ത്യൻ മഹാസമുദ്രം, ഈ 3 സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഇന്നത്തെ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ബർമ്മയും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിന്റെ ചില ഭാഗങ്ങളും ശ്രീലങ്കയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഭൂഭാഗത്തിന്റെ പേരായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യ ആകട്ടെ 1652 ലിപിയുള്ളതും ഇല്ലാത്തതുമായ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളുടെ ഒരു ഭൂമികയായി. അതുപോലെ തന്നെ 2000-ലധികം വരുന്ന രാജാക്കന്മാർ വിവിധ ഭൂഭാഗങ്ങളെ ഇന്ത്യയുടെ പല ഭാഗത്തായി അധീനത്തിൽപ്പെടുത്തി അവർ ഭരിച്ചു പോന്നിരുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും തിരുവിതാംകൂറിൽ ഒന്ന് വേറെയാണ്, കൊച്ചിയിൽ വേറെ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തൃശ്ശൂരിൽ വേറെയുണ്ട്, നമ്മുടെ കോഴിക്കോട്ട് വേറെയുണ്ട്, കണ്ണൂരിൽ വേറെയുണ്ട്, അതിന്റെ അപ്പുറത്ത് ടിപ്പുവിന്റെ ഭരണമുണ്ട്. അങ്ങനെ ആയിരക്കണക്കായ ഭരണാധികാരികളുടെ കീഴിൽ ശിഥിലമായിട്ടായിരുന്നു ഈ മഹാ ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഉപഭൂഖണ്ഡം നിലകൊണ്ടിരുന്നത്. എന്നാൽ ഈ രാജ്യത്ത് ഒരു ഏകീകൃത രാഷ്ട്രം രൂപീകരിക്കുന്നത് ആരാണ്? ആ ചരിത്രങ്ങളൊക്കെ ഇന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ചരിത്രങ്ങളൊക്കെ പാഠഭാഗങ്ങളിൽ തന്നെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന കഥകളാണ് പുതിയ കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന മഹത്തായ ഒരു ഏകീകൃത രാജ്യം രൂപീകരിച്ചത് മുസ്ലിം ഭരണാധികാരികളായിരുന്നു.
നമുക്കറിയാം മുഹമ്മദ് ഗസ്നവിയിൽ നിന്ന് തുടങ്ങി ശിഹാബുദ്ദീൻ മുഹമ്മദ് ഗോറി, അതുപോലെ തന്നെ അടിമവംശം, ഖിൽജികൾ, തുഗ്ലക്കുകൾ, ഇങ്ങനെ തുടങ്ങി സയ്യിദ് വംശം, ലൂദി മുതൽ മുഗളന്മാർ വരേക്കുമുള്ള 800 വർഷക്കാലത്തിലേറെ 856 വർഷം നീണ്ടുനിന്ന ഒരു നീണ്ടകാല ഭരണം മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യത്ത് നടത്തിയിരുന്നു. അന്നാണ് ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്നത്തെ ഇന്ത്യയുടെ മുഴുവൻ ഭാഗങ്ങളും എന്ന് പറയാം, ഏകദേശം തമിഴ്നാട്ടിലെ മധുര വരേക്കുമുള്ള പ്രവിശാലമായ ഒരു രാജ്യം, അത് ഇവിടെ സ്ഥാപിച്ച് നടത്തിപ്പോന്നിരുന്നത് മുസ്ലിം ഭരണാധികാരികളായിരുന്നു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, ഏകീകൃത രാജ്യം ഇവിടെ നേരത്തെ ഉണ്ടായതല്ല, അതൊരു ഭൂപ്രദേശമാണ്. അതിനൊരു ഏകീകൃത രാജ്യമാക്കിയത് മുസ്ലിം ഭരണാധികാരികളായിരുന്നു. മുഗളന്മാരുടെ കാലഘട്ടത്തിൽ ലോകത്തെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൽക്കത്തയിലേക്ക് വരികയും തുടർന്ന് ഘട്ടം ഘട്ടങ്ങളായി ഇവിടുത്തെ മുഗൾ രാജവംശത്തെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്ത് പിന്നീട് അവശേഷിച്ചിരുന്ന മറ്റു ഭരണാധികാരികളെ കൂടി കീഴ്പ്പെടുത്തി ഇന്ത്യ രാജ്യത്തെ കൊള്ളയടിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ. ഈ മഹത്തായ രാജ്യം, അതിനൊരു വലിയ പാരമ്പര്യമുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ പാരമ്പര്യം എന്താണ്? മനുഷ്യോൽപത്തിയോളം പഴക്കമുള്ള ഒരു സംസ്കാരമുണ്ട് ഇന്ത്യക്ക്. അത് അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിന്റെ കൂടി മണ്ണായതുകൊണ്ടാണത്. ആ ഒരു പാരമ്പര്യം ഇന്ത്യ കാത്തു സൂക്ഷിച്ചു പോന്നു. എല്ലാ മതങ്ങളെയും, എല്ലാ സംസ്കാരങ്ങളെയും, ഗോത്ര പാരമ്പര്യങ്ങളെയും ഇന്ത്യ രാജ്യം അംഗീകരിച്ചു. മതേതരത്വം കാത്തു സൂക്ഷിച്ചു. 856 കൊല്ലം മുസ്ലിംകൾ ഇന്ത്യ ഭരിച്ചിട്ട് പോലും ഈ രാജ്യത്തെ അവർ ഒരു ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിച്ചില്ല എന്നത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട വിഷയമാണ്. എന്തുകൊണ്ട് അങ്ങനെ പ്രഖ്യാപിച്ചില്ല? ഇന്ത്യയുടെ ഘടന അങ്ങനെ ഒരു പ്രത്യേക മതരാഷ്ട്രമാക്കാൻ പറ്റിയ ഘടനയല്ല. ഇത്രയേറെ വൈവിധ്യങ്ങളുള്ള, സംസ്കാരങ്ങളുള്ള ഒരു പ്രദേശത്തെ എല്ലാവരും ഒരേ വിശ്വാസത്തിലേക്കും ആചാരത്തിലേക്കും സംസ്കാരത്തിലേക്കും വരണമെന്ന് പറയുന്നത് അത് ആത്മഹത്യാപരമാണ് എന്ന് ഇന്ത്യ ഭരിച്ച മുഴുവൻ ഭരണാധികാരികൾക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇന്നും ലോകത്ത് തലയെടുപ്പോടുകൂടെ നിലനിൽക്കുകയാണ്. ആ ഇന്ത്യ ഇനിയും ഒറ്റക്കെട്ടായി ഇതേ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ പ്രസ്ഥാനം എന്നും ആഗ്രഹിക്കുന്നത്. അതിന് ഇന്ത്യ രാജ്യത്ത് ആഭ്യന്തര അച്ചടക്കം ഉണ്ടാകേണ്ടതുണ്ട്. മതേതരത്വം എന്ന് പറയുന്ന ആ മഹത്തായ ഇന്ത്യക്ക് അനുയോജ്യമായ നിലപാടാണ് ഇന്ത്യൻ ജനതയെ ഐക്യപ്പെടുത്തി നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ ആ ഇന്ത്യയുടെ മതേതരത്വം തകർക്കാനും ഇന്ത്യയെ ഭിന്നിപ്പിക്കാനും അകത്തും പുറത്തു നിന്നുമുള്ള ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മുടെ അയൽ രാജ്യം അതിക്രൂരമായി ഇന്ത്യ രാജ്യത്തിനകത്ത് വിഭാഗീയത സൃഷ്ടിക്കാനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനവർക്ക് ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒരിക്കൽ ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് വേർപിരിഞ്ഞു പോയതാണ്. ഇപ്പൊ അതിനേക്കാൾ വലിയ ചില ഭീഷണി പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാക് മണ്ണിന്റെ 45% വരുന്ന ബലൂചിസ്ഥാനിൽ പ്രത്യേകമായ ഒരു ആർമി തന്നെ രൂപീകരിച്ച് അവർ സ്വാതന്ത്ര്യ സമരം പ്രഖ്യാപിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. അതുപോലെ തന്നെ പാക് അധീന പഞ്ചാബിലാവട്ടെ, സിന്ധിലാവട്ടെ വിഘടനവാദം കൊടികുത്തി വാഴുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവരെ രാജ്യത്തുള്ള ജനങ്ങളെ ഏകീകരിപ്പിച്ച് നിർത്തണമെങ്കിൽ എന്തു വേണം? അയൽ രാജ്യമായ ഇന്ത്യയുമായ ഒരു സംഘർഷം ഉണ്ടാക്കണം. ആ സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഏകീകരിച്ചിരിക്കാനും അവർക്ക് കൃത്രിമമായ ഒരു ദേശീയ ബോധമുണ്ടാക്കി ആ അനൈക്യത്തിൽ നിന്ന് താൽക്കാലികമായി തടിയുരാനും സാധിക്കുമെന്ന കുതന്ത്രത്തിന്റെ ഭാഗമാണ് അവർ ഇന്ത്യയുടെ അകത്തേക്ക് തീവ്രവാദം കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാരായ നമ്മൾ ഒരിക്കലും പാകിസ്ഥാന്റെ ഈ കുതന്ത്രത്തിന് വശംവദനാവരുത്. അവരുടെ ചതിയിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അവര് നമ്മെ തമ്മിലടിപ്പിക്കാനുള്ള കുതന്ത്രമാണ് എടുക്കുന്നത്. ആ ക്രൂരമായ പ്രവർത്തനം നമ്മൾ ഈ എടുത്ത് വളരെ വേദനയോടെ നമ്മൾ ഇന്നും അതിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഹൽഗാമിൽ നടന്ന ആ കൂട്ടക്കൊലകൾ നമുക്കറിയാം. അവിടെ സംഭവിച്ചത് ഭീകരതയാണ്, അത് തീവ്രവാദമാണ്, അതേ സമയത്ത് അത് ഭീരുത്വമാണ്. ആ കൊലപാതകം നടത്തുന്ന ആളുകൾ ചിലരുടെ മതം ചോദിച്ചുകൊണ്ട് കൊലപാതകം നടത്തിയെന്ന് നമ്മൾ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പാകിസ്ഥാന്റെ കുതന്ത്രമാണ്. എന്തിനു വേണ്ടിയാണ്? ഇന്ത്യൻ ജനതയെ തമ്മിലടിപ്പിക്കണം. എന്നാൽ ഇന്ത്യൻ ജനത
ചിന്തിക്കുന്നവരല്ല. ആ അപകടമുണ്ടായ സ്ഥലത്ത് തന്നെ രക്ഷയ്ക്ക് വേണ്ടി ആദ്യം ഓടിയെത്തുന്നത് മുസ്ലിം ചെറുപ്പക്കാരാണ്. ആ ക്രൂരന്മാരുടെ മുമ്പിൽ അവരുടെ തോക്ക് പിടിച്ചു വാങ്ങി ആദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. പെങ്ങളെപ്പോലെ മലയാളിയായ ആ ക്രൂരതയ്ക്ക് സാക്ഷിയായ ഒരു പെൺകുട്ടിയെ കൊണ്ടു നടന്ന കഥ ആ അനുഭവിച്ച സഹോദരി പത്രക്കാരോട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെയും അതുപോലെ തന്നെ അല്ലാത്തവരെയും പരസ്പരം തമ്മിലടിപ്പിച്ച് ഈ രാജ്യത്ത് ചിത്രതയുണ്ടാക്കാനും ഇന്ത്യയുമായ ഒരു സംഘർഷമുണ്ടാക്കി പാകിസ്ഥാനിൽ ഉടലെടുത്തിട്ടുള്ള വിഘടനവാദത്തിൽ നിന്ന് തടിയുരാനുമുള്ള കുതന്ത്രമാണ് അവരാവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അതിൽ അകപ്പെട്ടു പോകാൻ പാടില്ല. അതേ സമയത്തു തന്നെ നമുക്ക് പറയേണ്ടി വരും, ഇത്തരം വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ ഭരണാധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. 370-ാം വകുപ്പ് കാശ്മീരിൽ നിന്ന് എടുത്തു മാറ്റിയതിനു ശേഷം സമ്പൂർണമായും കാശ്മീരിന്റെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ പരിപൂർണമായും സൈനികവൽക്കരിച്ച ഒരു സംസ്ഥാനമാണ്. ലക്ഷക്കണക്കായ പട്ടാളക്കാർ അധിവസിക്കുന്ന ഒരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. ആ ജമ്മു കാശ്മീരിലേക്ക് എന്തിന്റെ പേരിലാണ് ഇവിടത്തെ ടൂറിസ്റ്റുകൾ ഈ രാജ്യത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും അങ്ങോട്ട് ചെന്നിട്ടുള്ളത്? മറ്റൊന്നുമല്ല, സ്വപ്ന തുല്യമായ സുരക്ഷയിലേക്ക് കാശ്മീരിനെ ഞങ്ങൾ നയിച്ചിട്ടുണ്ട് എന്ന് ഭരണാധികാരികൾ പ്രഖ്യാപിച്ചപ്പോൾ ആ സന്തോഷത്തിലാണ് അവിടേക്ക് അവര് സന്ദർശനത്തിന് പോയത്. അവിടെയാണ് അതിക്രൂരമായി ഇവര് വെടിവെച്ചിട്ടത്. ചെറിയ രീതിയിലല്ല, 10-28 പേരെ പട്ടാപകലിൽ വെടിവെച്ചിടുകയാണ്. എന്നാൽ ഈ അക്രമം നടന്ന ഉടനെ തന്നെ പ്രതികളുടെ ചിത്രവും അവരുടെ ചരിത്രവും അവരുടെ സംഘടനാ ബന്ധങ്ങളും ഒക്കെ പുറത്തു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ 10 ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ അവരെ പിടികൂടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഈ രാജ്യത്തെ പൗരന്മാർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ആശങ്ക വർദ്ധിക്കുകയാണ്. ആരാണ് ഇവരെ കടത്തിവിട്ടത്? ഇവർ കടന്നു വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഇതിനെക്കുറിച്ച് സമൂഹത്തിന് തീർച്ചയായും ചോദിക്കാൻ അവകാശമുണ്ട്. കോടതിയിൽ ഇത്തരം ചില വിഷയങ്ങളുമായി ചില ആളുകൾ സമീപിച്ചപ്പോൾ കോടതി അത് സ്വീകരിക്കാതെ നിരാകരിച്ചതിൽ ന്യായമുണ്ടാവാം. കാരണം അതിന്റെ പേരിൽ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പോയാൽ അത് സൈനികരുടെ വീര്യം ചോർക്കുമെന്ന കോടതിയുടെ നിരീക്ഷണത്തെ നമുക്ക് മാനിക്കാം. പക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ രീതിയിലുള്ള വീഴ്ച ഒരിക്കലും അവിടെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ദുരൂഹതകൾ നീക്കും വിധം തീർച്ചയായും അന്വേഷണങ്ങൾ നടത്തി കുറ്റവാളികളെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവരെ ഇറക്കിവിട്ടവരെ കൂടി കണ്ടെത്തി അർഹമായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കുക എന്നതാണ് ഗവൺമെന്റിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിന് ആവശ്യപ്പെടാനുള്ളത്. അതേ സമയത്ത് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഇതിന് പരിഹാരമായി എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്? ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുതരം ദേശീയ ബോധം തീർച്ചയായും ഇന്ത്യക്കാരായ എല്ലാവരിലും ഉണ്ടാകും. അതുണ്ടാകുകയും വേണം. ദേശീയ ബോധം എന്ന് പറയുന്നത് ഓരോ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്റെയും ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു യഥാർത്ഥ മനോവികാരമാണ്. ഇസ്ലാമിക ആപ്തവാക്യങ്ങൾ തന്നെ പറയുന്നത് ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ, ജീവിക്കുന്ന രാജ്യത്തോടുള്ള നമ്മുടെ സ്നേഹം അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നാണ് മുൻഗാമികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദേശീയ ബോധം അത് എപ്പോഴും നമുക്കുണ്ടാവണം. എന്നാൽ മതം നമുക്ക്